വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന കോലമിടൽ ശ്രദ്ധേയമായി. എറണാകുളം ജില്ലാ കേരള ബ്രാഹ്മണ സഭയുടെ യുവജന വിഭാഗമാണ് കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ കോലമിടൽ മത്സരം സംഘടിപ്പിച്ചത്. 25 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 2 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുമായിരുന്നു വിഭാഗങ്ങൾ. പരമ്പരാഗത രീതിയിലുള്ള കോലങ്ങളാണ് വരച്ചത്. അരിപ്പൊടി ഉപയോഗിച്ചായിരുന്നു വരച്ചത്. 1 മണിക്കൂറായിരുന്നു സമയം. ഐശ്വര്യത്തിന് വേണ്ടിയാണ് വീടുകളുടെ മുൻപിൽ കോലങ്ങൾ വരയ്ക്കുന്നത്. രാവിലെയുള്ള വ്യായാമത്തിന് തുല്യവുമാണ് കോലമിടൽ. പരമ്പരാഗതമായ കോലമിടലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചത്. വാശിയേറിയ മത്സരത്തിൽ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ശ്രുതി എസും 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ശ്വേതാ ഭഗവതിയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആദ്യമായാണ് ഇത്തരത്തിൽ കോലമിടൽ മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു കോലമത്സരം എന്ന് പറയും. കോലമത്സരം എന്ന് പറഞ്ഞാൽ കോലമിടൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരുടെ ഒരു പ്രത്യേക ഒരു കലയാണ്. അപ്പോൾ ഞങ്ങളിത് കോലമിടൽ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് മുറ്റത്തിൽ ചാണകവെള്ളമൊക്കെ തെളിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ പൊടിക്കോലം അരിമാവ് പൊടിച്ചിട്ടാണ് ഈ കോലം ഇടുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശുഭകാര്യം എന്ത് തുടങ്ങുമ്പോഴും രാവിലെ ഫസ്റ്റ് കോലം ഇട്ടിട്ടേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ. അതിന് തമിഴ് ബ്രാഹ്മണ സ്ത്രീകൾ രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായിട്ട് മുറ്റത്തിൽ കോലം ഇട്ട് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ വളവ് തെരുവുകളൊക്കെ ഉള്ളത് കൊണ്ട് പറയും ലേഡീസ് ജീവിതത്തിൽ കുറേ ഇങ്ങനെ പ്രതിസന്ധിയൊക്കെ അവർ നേരിടുമ്പോൾ അതിനൊരു പേഷ്യൻ്റായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ നേരിടാൻ അവർക്ക് നല്ലൊരു പേഷ്യൻസ് കൊടുക്കും. പിന്നെ അതൊരു എക്സസൈസ് പോലും ഉണ്ട്. രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായിട്ട് അവർ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് യോഗയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കോലമിടൽ ഞങ്ങൾക്കൊരു എക്സസൈസ് പോലത്തെ ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ.